നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരാണസി മണ്ഡലത്തിലെ വിജയം നേരിയ ഭൂരിപക്ഷത്തിലായിരുന്നുവെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത്. ഫലങ്ങൾ ഏതാനും വോട്ടുകൾക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ ആയിരുന്നെങ്കിൽ പ്രധാനമന്ത്രിക്ക് പോലും പരാജയം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഇതിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിടുമെന്ന് പറയുന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലിനായിട്ട് രാജ്യം ഉറ്റുനോക്കുകയാണ്. ഈ വെളിപ്പെടുത്തൽ അത് വാരാണസിയെ സംബന്ധിച്ചാണോ എന്ന ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. 400-ന് അപ്പുറം എന്ന മുദ്രാവാക്യം വോട്ടർമാരെ സ്വാധീനിക്കാനായിട്ട് ഉപയോഗിച്ചുവെന്ന് തെളിഞ്ഞാൽ അത് പ്രധാനമന്ത്രിക്ക് ഗൗരവമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ദേശീയ തലത്തിൽ BJPക്ക് നേരിട്ട തിരിച്ചടിയുടെ പ്രതിഫലനം വാരാണസിയിലും പ്രകടമായിരുന്നു. വോട്ടർമാരെ കൂട്ടിച്ചേർത്തതിലും മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയത്തിലും നടന്നതായി ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബ് വെളിപ്പെടുത്തലിനെക്കുറിച്ച് ആവർത്തിച്ച് സംസാരിച്ചിരുന്നു. കോൺഗ്രസ് ദേശീയ നേതൃത്വമാകട്ടെ ഇത് ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് സൂചന നൽകുമ്പോൾ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ക്യാമ്പ് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയെ കേന്ദ്രീകരിച്ച് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. 2024 വാരാണസിയിലെ വിജയം അത് കനത്ത പോരാട്ടത്തിന് ഒടുവിലായിരുന്നു. പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് ഏകദേശം 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ്. അബ് കി ബാർ ചാർ സൗ പാർ എന്ന മുദ്രാവാക്യവുമായി മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ച സംഭവിച്ചതിന്റെ സൂചനയാണ് ഈ നേരിയ ഭൂരിപക്ഷം. ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ 2019 4.25 ലക്ഷം, 2014 3.25 ലക്ഷം മോദിക്ക് വാരാണസിയിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കുറവ് അത് ശ്രദ്ധേയമാണ്. 2024 തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണം നേരത്തെയും ഉയർന്നിരുന്നു. വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ മുന്നിട്ട് നിന്ന കോൺഗ്രസിൻ്റെ UP അധ്യക്ഷൻ അജയ് റായ് പിന്നീട് പിന്നോട്ട് പോയത് ദുരൂഹതകൾക്ക് വഴിവെച്ചു. ഒരു ഘട്ടത്തിൽ ഏകദേശം ഒരു 11 മണിക്ക് ശേഷം വോട്ടെണ്ണൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കുകയും പിന്നീട് മോദി ലീഡ് തിരിച്ചുപിടിക്കുന്ന കാഴ്ചയുമായിരുന്നു കാണാനായത്. ഇതാണ് സംശയങ്ങൾക്ക് കാരണമായി മാറിയത്. ശക്തമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ഒരേ സ്വരത്തിൽ ബംഗ്ലാദേശിനെയും നേപ്പാളിനെയും ആവർത്തിച്ച് വിഷയം വഴിതിരിച്ചു വിടാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന വാദമുയർത്തി പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നു. രാഹുൽ ഗാന്ധി ഒരു ബ്രിട്ടീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖം അത് BJPക്ക് വലിയ വിമർശന വിഷയമായി തന്നെ മാറി. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുന്നുവെന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. വിദേശ പ്രസിദ്ധീകരണങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുത്തുന്ന ചിത്രം കോൺഗ്രസ് നേതാവ് വരച്ചുകാട്ടി എന്നും ആക്ഷേപമുണ്ട്. എന്നാൽ ഈ വിമർശനങ്ങളെ അവഗണിച്ച് രാഹുൽ ഗാന്ധി മറ്റൊരു സുപ്രധാന വെളിപ്പെടുത്തലുമായിട്ട് രംഗപ്രവേശനം ചെയ്യുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. വാരാണസിയിലെ EVMകളിൽ അരമണിക്കൂർ നേരം കൃത്രിമം നടന്നതിനെ തുടർന്നാണ് മോദി വിജയിച്ചതെന്ന ആരോപണം തെളിവുകൾ സഹിതം അവതരിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രിക്ക് ഗൗരവമായ തലവേദന സൃഷ്ടിക്കാൻ സാധ്യതയുള്ള രാഹുലിൻ്റെ ഈ വാക്കുകൾക്കായിട്ട് രാജ്യം ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.